കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഡ്രഗ്സ് കേട്ടിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, അതെനിക്ക് ഇഷ്ടമില്ല. ഡ്രഗ്സ് കേട്ടിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? അത് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് മനസ്സിലാക്കി എനിക്ക് ഇത് കാണിക്കാണ്ട് വേറെ വയ്യില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ടി വരും. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇങ്ങനെ സ്വന്തം വീട്ടിൽ മറ്റൊരാൾ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ് പെഡലിംഗ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതും NDPS ആക്ട് പ്രകാരം അതിന് അവസരം കൊടുക്കുന്നതും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. നിയമത്തിന്റെ കരങ്ങൾ നിങ്ങളെ തേടിയെത്തും. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പ്രഥമ ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ പരാതി കൊടുക്കും. ഒരു മിണ്ടാപ്രാണി ആർക്കും എന്തും ചെയ്യാന്നാണോ? ഇവന്മാരെയൊക്കെ കണ്ടാലേ അറിയാം പ്രകൃതി വിരുദ്ധത്തിന്റെ ആൾക്കാരാണെന്ന്. തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. പരിപാടി ചെയ്യുന്ന നിങ്ങൾ നിർത്തണം. അതേപോലെ കേരള പോലീസിനോടാണ്, ഇതൊരു സീരിയസ് സംഭവം തന്നെയാണ്. നിങ്ങൾ ഇടപെടണം, ഇടപെടുക തന്നെ വേണം. നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? ഈ മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലഹരി കൊടുത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും തൊപ്പിയാണ്. നീ തീർന്നടാ, നീ തീർന്നു. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം. NDPS ആക്ട് പ്രകാരം ഷമീറിനെ അടക്കം അറസ്റ്റ് ചെയ്യണം. എന്താ ഉറക്കം വരുന്നു? പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊപ്പിക്കെതിരെ അവര് വന്നത് കൊണ്ട് മാത്രം തൊപ്പി ഇതൊക്കെ തുറന്നു പറഞ്ഞു. പോക്സോ കേസ് മറച്ചു വെച്ചതിന് തൊപ്പി അടക്കം പ്രതിയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് പറയുന്നതും തൊപ്പിയാണ്. പിന്നെന്ത് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്? വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അതിന് കൂട്ടുനിന്ന MRZ ഗ്യാങ്ങിലെ എല്ലാത്തിനെയും പിടിച്ചകത്തിടണം. ഇവനെയും കൂടി വെട്ടി അങ്ങ് ചമ്പലിക്ക് കൊടുത്തേക്കിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. മസ്റ്റ് ആക്ഷൻ. കേരള പോലീസ് മസ്റ്റ് ആക്ഷൻ എടുക്കുക. പിടിച്ചു കൊണ്ടുപോയി അകത്തിടണം. പോലീസ് എനിക്ക് പുല്ലാടാ. പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഇനിയും ഓടും. ഷമീറെ, ഇത് പാമ്പുള്ള പറമ്പാണ്, പുറകെ ഓടണ്ട. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.